ഹായ് ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇതാ ഞാൻ വിചാരിച്ചു ഞങ്ങളുടെ തറവാടും അവിടുത്തെ തെയ്യങ്ങളും ഞങ്ങളുടെ ദൈവങ്ങളെയൊക്കെ ഒന്ന് കാണിച്ചു തരാമെന്ന്. അപ്പം തെയ്യം ദൈവമാണെന്ന് ചോദിച്ചാൽ ഞങ്ങൾക്ക് കൈൻഡ് ഓഫ് ദൈവം തന്നെയാണ്. അപ്പോൾ ഞാനിപ്പോൾ കുറേ റീൽസിൽ കണ്ടു, എന്താണ് ഇതൊരു ആർട്ട് ഫോം അല്ലേ, അങ്ങനെയല്ലേ, നിങ്ങൾ എന്തിനാ ഇങ്ങനെയൊക്കെ ചെയ്യണേ, ഒരു ആർട്ട് ഫോമാണ്, മനുഷ്യനെങ്ങനെ ദൈവമാകുന്നൊക്കെ. അതിനൊന്നും ഞങ്ങളിൽ ഉത്തരവില്ല. ഞങ്ങളിൽ അല്ലെങ്കിൽ സ്പെസിഫിക്കലി എന്ത് ചെയ്യാൻ ഞങ്ങൾക്ക് ഉത്തരവില്ല. ചെറുപ്പം മുതലേ ഞങ്ങൾ കണ്ടുവരുന്നത് ഇറ്റ്സ് പാർട്ട് ഓഫ് അസ് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. പാർട്ട് ഓഫ് വാട്ട് യു ആർ എന്നുള്ളത്. വാട്ട് യു ആർ എന്ന് പറഞ്ഞാൽ ഞാൻ ജനിച്ച അങ്ങനെയല്ല, ഞാൻ ജനിച്ച നാടിൻ്റെ ചരിത്രം അല്ലെങ്കിൽ നാടിൻ്റെ ഒരു സംസ്കാരമാണിത്. അപ്പം നാടിൻ്റെ മലബാർ ഏരിയയുടെ ഇപ്പോൾ തെയ്യക്കാലാണ്. അപ്പോൾ ഞങ്ങളുടെ തറവാട്ടിലും തെയ്യാണ്. ഓൾമോസ്റ്റ് എല്ലാ തറവാടുകൾക്കും മലബാർ ഏരിയയിൽ അവർക്ക് വെച്ചാരാധന അങ്ങനെയല്ല, അതായത് ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന ദൈവങ്ങളും അതായത് തെയ്യക്കോലങ്ങളുണ്ടാവും. അപ്പോൾ അതെല്ലാ വർഷവും ആ ഒരു സമയത്തിൽ ഓരോ മലയാള മാസത്തിൻ്റെ ഓരോ ഡേറ്റൊക്കെ നോക്കിയിട്ട് ആ സമയത്ത് എല്ലാ വർഷവും ഉണ്ടാവും. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ ഇതിലെ ഏറ്റവും വലിയ മുടി തെയ്യാണിത്. വലിയ മുടീനെ ഞങ്ങൾ തായ്പര ദേവതാർ എന്ന് പറയും. പിന്നാടിയുള്ളത് രക്തചാമുണ്ടി ഉണ്ട്. തീച്ചാമുണ്ടി രാവിലെ പുലച്ചക്കേ പുറപ്പെട്ടിട്ട് ലാസ്റ്റ് എല്ലാം കഴിഞ്ഞ് മുടിയൊക്കെ ഊരി അവിടെ ഇരിക്കണുണ്ടായിരുന്നു. ഗുളികൻ തെയ്യം ഉണ്ടായിരുന്നു. പിന്നെ ഞങ്ങളുടെ തൊണ്ടച്ചൻ എന്ന് പറഞ്ഞാൽ എല്ലാ വീട്ടിലെയും കാർന്നൂർ അച്ചച്ചൻ എന്നൊക്കെ പറയില്ലേ, ആ രീതിക്കാണ് ഒരു അച്ചച്ചൻ. അപ്പോൾ പോയാലെല്ലാം ഇങ്ങനെ ചോദിക്കും, ജോലി എന്തായി, പഠിപ്പ് എന്തായി, വിദ്യ എന്തായി എന്നൊക്കെ ചോദിക്കും. അപ്പോൾ അങ്ങനെ. അപ്പോൾ ഇതാണ്. അപ്പോൾ എല്ലാവരും കൂടി അതാണ് ഞങ്ങളുടെ എന്താ പറയുക, ഈ പോയിട്ട് ഞങ്ങൾക്ക് പ്രാർത്ഥിക്കേണ്ട സ്ഥലങ്ങളും ഞങ്ങളെല്ലാവരും എല്ലാ കുടി എന്താ പറയുക, എനിക്ക് അറിയില്ല അങ്ങനെ കൂടുതലായിട്ട് പറയാനൊക്കെ അറിയില്ല. പക്ഷേ ഇതൊക്കെയാണ്, ഇവിടെയാണ് പോയിട്ട് പ്രാർത്ഥിക്കുക, ഇവിടെയാണ് തെയ്യം ഉണ്ടാവുക. ഞങ്ങളുടെ തറവാടിൻ്റെ പേര് എടക്കേപ്രവൻ തറവാട് എന്നാണ്. എടക്കേപ്രവൻ എന്ന് പറയും, എടക്കേപ്പുറത്ത് എന്ന് പറയും, അങ്ങനെ ഓരോന്ന് പറയും. തളിപ്പറമ്പ് മുള്ളൂലു എന്ന് പറയുന്ന സ്ഥലത്താണ്. അപ്പോൾ അതിൻ്റെ ബാക്കിൽ പണ്ട് ഒരു തറവാട് ഉണ്ടായിരുന്നു എന്ന് പറയുന്നത് ഞാൻ കണ്ടിട്ടില്ല. അമ്മക്കും ചെറിയ ഓർമ്മയില്ലെന്ന് തോന്നുന്നു. അവിടെ ഇപ്പം തറവാടില്ല, തറവാടൊക്കെ പൊളിച്ചു പോയി. അവിടെ അതിൻ്റെ അതായത് പൂജാ റൂം മാത്രം വെച്ചിട്ടുണ്ട്. ഓരോ തെയ്യത്തിനും ഓരോ സ്ഥലം. പാവം തെയ്യങ്ങളുണ്ട്, കുശുമ്പ് പിടിച്ച തെയ്യങ്ങളുണ്ട്, പൊട്ടൻ തെയ്യങ്ങളുണ്ട്. പൊട്ടൻ തെയ്യം എന്ന് പറഞ്ഞാൽ തന്നെ ഒരു തെയ്യമുണ്ട്. ഓരോ തെയ്യത്തിനും ഓരോ സ്ഥലമാണ്. അപ്പം ചെറുപ്പം മുതലേ ഇങ്ങനെ കണ്ടുവരുന്നത് അങ്ങനെയാണ് ആ തെയ്യത്തിൻ്റെ സ്ഥലം. ആ തെയ്യം കെട്ടി ആടുന്നത് മനുഷ്യൻ എങ്ങനെ ദൈവമാണെന്ന് ചോദിച്ചാൽ പുറത്തുനിന്ന് വരുന്നവർക്ക് താമരമാണ്. പക്ഷെ ഇവിടെ ഉള്ളവർക്ക് ഇത് മാത്രം വെച്ച് ഇത് ദൈവമാണോ എന്ന് വെച്ചാൽ അതിനുശേഷം ഞങ്ങൾക്ക് അവിടെ തന്നെ ഞങ്ങളുടെ ഇതുണ്ടായിരുന്നു, സദ്യ അല്ലെങ്കിൽ അന്നദാനം എന്ന് പറയും. അന്നദാനം പായസമൊക്കെ കൂട്ടി. ജാനി തൊണ്ടച്ചനൊക്കെ കണ്ട് പേടിച്ച്, തമ്പാച്ചി എന്ന് പറഞ്ഞ് പേടിച്ച് കരഞ്ഞ് ഉറങ്ങിപ്പോയായിരുന്നു. അതിനുശേഷം ഇതാ നാഗസ്ഥാനമാണ്. നാഗസ്ഥാനത്തിലും ഞങ്ങൾക്കൊരു ദൈവമുണ്ട്, നാഗിനി അമ്മ, പക്ഷെ കണ്ടിട്ടില്ല. അപ്പോൾ എല്ലാം കഴിഞ്ഞിട്ട് ഞങ്ങൾ തിരിച്ചു വന്നു.